ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2022 കേരള PSC ചോദിച്ച മുഴുവൻ സയൻസ് ചോദ്യങ്ങളുമാണ്. സയൻസ് റിലേറ്റഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെതെല്ലാം ഞാൻ 2024-25 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം 10ഓളം വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന PYQs കംപ്ലീറ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. വളരെയധികം നിങ്ങൾക്ക് വരുന്ന എക്സാംസിനകത്ത് അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ചോദ്യം ഇച്ചിരി ടൈറ്റ് ക്വസ്റ്റൻ ആണ്, പേടിക്കൊന്നും വേണ്ട. +2 ലെവൽസിനകത്ത്, അതായത് ഫയർമാൻ, അതായത് യൂണിഫോം പോസ്റ്റിനകത്ത് നടന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. 4D എന്നറിയപ്പെടുന്ന, ഇപ്പൊ 2024 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിക്ക് നടന്നിരിക്കുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് 4D എന്ന അറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന അപര്യാപ്തത രോഗം ഏത്? ആൻസർ ഈസ് പെല്ലഗ്ര ആണ്. പെല്ലഗ്ര. അത് പെല്ലഗ്ര എന്ന് പറഞ്ഞിരിക്കുന്നത് നോർമലി B3 ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ്. B3. ഇനിയും AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ എന്ത് ഉള്ളതാണ്? സാർവത്രിക സ്വീകർത്താവ് എന്ന് AB ബ്ലഡ് ഗ്രൂപ്പിനെ വിളിക്കാൻ കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാസ്മയിൽ ആന്റിബോഡി Aയും Bയും ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് സാർവത്രിക സ്വീകർത്താവ് എന്ന് ഇവര് വിളിക്കപ്പെടാൻ കാരണം. പ്ലാസ്മയിൽ ആന്റിബോഡി Aയും Bയും ഇല്ല. അടുത്തത്, ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന വസ്തു ഏത്? പൊട്ടാസ്യം ആണ് ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മെലാട്ടോണിൻ ആണ് 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. അടുത്തത്, അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? പരിരക്ഷയാണ്. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി പരിരക്ഷ. 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ശബ്ദം, കണികാദ്രവ്യം, ലെഡ്, ഓസോൺ. ശബ്ദമാണ് വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഭേദഗതി നിയമത്തില് ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിന്റെ, ഇവിടെ നമുക്ക് ഓപ്ഷൻസിനകത്ത് കുറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തിരശ്ചീന പ്രവേഗം, ലംബീയ പ്രവേഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇപ്പം ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി, എന്താണ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ ഒരു പരിധി കിട്ടുന്ന വിധം എറിയുന്നു. അപ്പോൾ അതിന്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുമ്പോൾ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. അടുത്തത്, VE എന്നത് ഭൂമിയുടെ പലായന പ്രവേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം, അതായത് ഒന്ന് ഭൂമിയുടെ പലായന പ്രവേഗത്തേതും മറ്റേത് ഉപഗ്രഹത്തിന്റെ പരിക്രമണ പ്രവേഗത്തെയുമാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം റെപ്രസെന്റ് ചെയ്യുന്നത് VE, അതായത് ഭൂമിയുടെ പലായന പ്രവേഗം എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് √2v0 എന്നിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. √2v0 അങ്ങോട്ട് നീക്കി വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട്. അതായത് ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗതത്തിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് ലഭിക്കുന്നത്. അടുത്തത്,
ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? വക്രത ആരം എപ്പോഴും ഡബിൾ ആയിരിക്കും ഫോക്കസ് ദൂരത്തിനേക്കാൾ. സോ ഫോക്കസ് ദൂരം ഹാഫ് ആയിരിക്കും. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏത്? ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ എഴുതി വെക്കണം, എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ചന്ദ്രയാൻ 3 റിലേറ്റ് ചെയ്ത് ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്, ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ചന്ദ്രനിൽ റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നു. ഇപ്പൊ ഇത്രയും ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3 റിലേറ്റ് ചെയ്ത് അതിന്റെ ലാൻഡറെ റോവറെ ഏത് ദിവസമാണ് സ്റ്റാർട്ട് ചെയ്തത്, ദക്ഷിണ ധ്രുവത്തിലേക്കുള്ളത്, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതുവരെ ചോദിച്ചതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആവും. അടുത്തിലേക്ക് പോവാം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരി ആയവ തിരഞ്ഞെടുക്കുക. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥം ആണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു. പാലിന് pH മൂല്യം 7 കൂടുതലാണ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് എന്തായിട്ട് മാറുന്നുണ്ട്? വാതകമായി മാറുന്നുണ്ട്. ഉൽപാദനം സംഭവിക്കുന്നുണ്ട് ആർക്ക്? കർപ്പൂരത്തിന്. പാലിന്റെ pH മൂല്യം 7നേക്കാൾ കുറവാണ്. അപ്പം ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ഏതാണ്? അത് ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ഗ്ലാസ് ഒഴുകാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ്. അടുത്തത് 43. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ചാൾസ് നിയമമാണ്. ചാൾസ് നിയമം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതായത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട്. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രഷർ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോളിക്യൂൾസ് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാഭാരം 108 ആണ് എങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 into 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ആൻസർ വരുന്നത്? 108 ഗ്രാം ആയിട്ടാണ്. അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു SRT ചാപ്റ്റർ കേട്ടോ. അപ്പം മോളിക്യൂൾസ് STPയുടെ ഒക്കെ റിലേറ്റ് ചെയ്ത ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, മോളിക്കുലർ വെയിറ്റ് ഒക്കെ റിലേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ തന്മാത്രകളുടെ പിണ്ഡം എന്ന് പറയുന്നത് 108 ഗ്രാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് 22, 24 എന്ന് പറയുന്ന ചോദ്യ പേപ്പറാണ്. ഈ ചോദ്യ പേപ്പർ ഏതാണെന്ന് ഞാൻ ഇപ്പൊ പറയാം, ഒരു സെക്കൻഡ്. 22, 24. അതായത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഹിന്ദു നാടാർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നടന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കുറച്ച് പദ്ധതികൾ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അറിയാത്തത് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി പോകണം. അല്ല, കേട്ട് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പണ്ടത്തെ പോലെ അല്ലല്ലോ, ചോദ്യത്തിന്റെ പാറ്റേൺസ് ഒക്കെ കംപ്ലീറ്റ് മാറിയിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ അപ്പം എഴുതി പോയി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. മന്ദഹാസം പദ്ധതി, സമന്വയ പരിപാടി, അഭയകിരണം പദ്ധതി, നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം. ഇത്രയും സ്കീംസ് അറിയണം നമുക്ക് ഒരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പം ഏതാണ് വന്നിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ 4, 5, 1, 3 എന്നിട്ടാണ് പറയുന്നത്. 4, 5, 1,
3. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിക്കാർക്കുള്ള ഇൻഷുറൻസ് സ്കീമാണ്. ഇനിയും അടുത്തത് അഭയകിരണം പദ്ധതി നിരാലംബരായിട്ടുള്ള വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത്. സമന്വയ പരിപാടി ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. സമന്വയ ട്രാൻസ്ജെൻഡേഴ്സ്, അഭയകിരണം വിധവകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിക്കാരാണ്. ഇതെല്ലാം നമ്മളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. സ്കീംസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതായത് നമ്മുടെ സാമൂഹിക സുരക്ഷാ മിഷനും സാമൂഹിക നീതി വകുപ്പും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പദ്ധതികൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ പദ്ധതികളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുള്ള പദ്ധതികളാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തിലേക്ക് നോക്കാം. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോട് കൂടിയിട്ട് അംഗീകരിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി മലേറിയ. R21 മെട്രിക്സ് M എന്ന് പറഞ്ഞിരിക്കുന്നത് R21 മെട്രിക്സ് M എന്ന് പറഞ്ഞിരിക്കുന്നത് മലേറിയ രോഗത്തെ. അടുത്തത് അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഹൃദയപൂർവം പദ്ധതി ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ ഹൃദയസ്തംഭനം. ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു. ശരിയായിട്ടുള്ള ഓപ്ഷൻ കണ്ടെത്തുക. വാദം ശരിയാണ്, കാരണം തെറ്റാണ്. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു. ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നില്ല, കാരണം തെറ്റാണെന്നാണ് പറയുന്നത്. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബറിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഓപ്ഷനുകൾ തിരഞ്ഞെടുത്തെഴുതുക. ബെറിബറി, ഞാൻ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. B2 വൈറ്റമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബറി. തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ശിശുക്കളിലും ചെറിയ കുട്ടികളിലും പോഷകാഹാര വൈകല്യം. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തിയതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തളർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 4, 5. തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നു. ശിശുക്കളിലും ചെറിയ കുട്ടികളിലും ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുന്നതായി കണ്ടുവരുന്നു. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ബെറിബറിയുടെ ലക്ഷണങ്ങൾ. അപ്പൊ അതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, രണ്ടായിരത്തി 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? UAE വെച്ചിട്ടാണ്. T ലിംബോസൈറ്റിന്റെ വേർതിരിക്കലിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏത്? T ലിംബോസൈറ്റ്സ് തൈമസ് ഗ്ലാൻഡുമായി ബന്ധപ്പെട്ടതാണ്. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ഏത് താപനിലയാണ് സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത്? -40 ഡിഗ്രി സെൽഷ്യസ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റില് സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്.
ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത്? വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തിന് മാറ്റമില്ലാത്തത്? ആവൃത്തിയിൽ മാറ്റം ഇല്ലാതാവും. ആവൃത്തിയിൽ. ഇപ്പൊ ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ LP-UP-യിലും ചോദിച്ചതാണ് 2020. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തിനാണ് മാറ്റമില്ലാത്തത്? ആവൃത്തിയിൽ മാറ്റമില്ലാതാവുന്നുണ്ട്. അടുത്തത്, ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഓക്സിജന്റെയും സൾഫറിന്റെയും. അക്വാ റീജിയ ഏതിന്റെ ഒരു മിശ്രിതം ആണ്? HCl-ന്റെയും HNO3-യുടേതും ഒരു മിശ്രിതം ആണ് അക്വാ റീജിയ. HCl and HNO3. വാഷിംഗ് സോഡയുടെ സൂത്രവാക്യം ഏത്? Na2CO3 10H2O ആണ് വാഷിംഗ് സോഡയുടെ രാസസൂത്രവാക്യം. Na2CO3 10H2O. സോഡിയം കാർബണേറ്റ്. അടുത്തത്, സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? അലൂമിനിയം. ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആര്? ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത്. അടുത്തത് 27, 24 എന്ന് പറയുന്ന ചോദ്യപേപ്പറാണ്. അപ്പൊ നിങ്ങളിത് ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കണം. ഈ ചോദ്യത്തിന്റെ ആൻസേഴ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ ഒന്നും ആവണ്ട, ഒന്നുകൂടെ ഒന്ന് പഠിച്ചേച്ചാൽ മതി കേട്ടോ. 10th ലെവൽസിന് ഇത്രയും കട്ടിയുള്ള ചോദ്യങ്ങൾ വരത്തില്ല. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൽ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാവുന്നത്? ഡോപ്പമിൻ. അത് നമ്മൾ അല്ലാതെയും കണ്ടിട്ടുള്ളതാണ്. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട കോർണിയ അദാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്? സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ. കോർണിയ അദാര്യമാവുന്നു. അടുത്തത് ഹോർമോൺസ് റിലേറ്റ് ചെയ്ത് പ്രൊലാക്റ്റിൻ, സൊമാറ്റോട്രോപ്പിൻ, വാസോപ്രസിൻ, ഗൊണാഡോട്രോഫിക് ഹോർമോൺ. ഇത് റിലേറ്റ് ചെയ്ത് തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? ഏതാണ്? 2 എണ്ണമാണ് അവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. 3ഉം 4ഉമാണ്. വാസോപ്രസിൻ വൃക്കയിലെ ജലത്തിന്റെ പുനരാഗമനത്തിന് സഹായിക്കുന്നു. ഗൊണാഡോട്രോപ്പിക് പുരുഷന്മാരിൽ വൃഷ്ണങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുവാണ്. 3ഉം 4. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസ് കൃത്യമായിട്ട് പഠിച്ചോണം. അഡിനിൻ, തൈമിൻ, യുറാസിൽ, സൈറ്റോസിൻ. ഇതിനകത്ത് ഏതാണ് വരുന്നത്? തൈമിനാണ് RNA-യിൽ കാണപ്പെടാത്തത്. സി ടാഗ് എന്ന് പറയുന്നതാണ് DNA-യിൽ കാണപ്പെടുന്നത്. അതായത് സൈറ്റോസിൻ, തൈമിൻ, അഡിനിൻ, ഗ്വാനിൻ. അടുത്തത്, ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം? ചെറുതന, ആലപ്പുഴ. ചെറുതന, ആലപ്പുഴ. വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞർ 23-ലേതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ചില ക്വസ്റ്റ്യൻ ഇതിനകത്ത് 24 ചോദിച്ചിനകത്ത് 21-ലേതും ഒക്കെ ചോദിച്ചിട്ടുണ്ട് നോബൽ പ്രൈസ് കേട്ടോ. വെയ്സ്മാൻ ആണ് വൈദ്യശാസ്ത്ര നോബൽ. ഡ്രൂ വെയ്സ്മാൻ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏത്? റേഡിയോ തരംഗമാണ്. റേഡിയോ തരംഗം.
ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി റേഡിയോ തരംഗം. പ്രതല ബലത്തിന്റെ SI യൂണിറ്റ് പ്രസ്താവിക്കുക. ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സർഫസ് ടെൻഷൻ. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പലായന പ്രവേഗം കറക്റ്റ് ആയിട്ട് പഠിക്കണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നു. 11.2 ആണ് ഏത് പറഞ്ഞിരിക്കുന്നത്, ഭൂമിയിൽ നിന്നുള്ള ഏതിൻ്റെതായാലും. ഇപ്പൊ വസ്തുവിന്റെ ഭാരം 20 കിലോഗ്രാം ആണ്. അപ്പൊ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 11.2 km/s. അപ്പൊ അതിന് ഭാരവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഏതൊരു വസ്തു ഭാരം കൂടിയാലും കൊള്ളാം കുറഞ്ഞാലും കൊള്ളാം, അത് ഭൂമിയിൽ നിന്ന് അതിന്റെ ഗുരുത്വാകർഷണം ഭേദിച്ച് പോകണമെങ്കിൽ 11.2 km/s ആയിരിക്കണം അതിന്റെ പലായന പ്രവേഗം. എങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. ഭാരം നോട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഒരു തടാക പ്രതലത്തിൽ നിന്നും 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ഇവിടെ നമുക്ക് G തന്നിട്ടുണ്ട്, 10 ആണ്. അന്തരീക്ഷ മർദ്ദവും തന്നിട്ടുണ്ട്, സാന്ദ്രതയും തന്നിട്ടുണ്ട്. തടാകത്തിന്റെ പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് അറ്റ്മോസ്ഫറിക് ആണ് പറഞ്ഞിരിക്കുന്നത്, 2 ATM. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? 7.4 ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിക്കൽ. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന്റെ ഉദാഹരണമാണ്? ഏതാണ്? ബോയിൽസ് ലോ ആണ്. അക്വേറിയം റിലേറ്റ് ചെയ്ത് ചോദിച്ചാലും കുമിളകളൊക്കെ റിലേറ്റ് ചെയ്ത് ചോദിച്ചാലും ബോയിൽസ് ലോ ആണ്. 0 രാസസംയോഗ ശക്തി ഉള്ളത് ഹീലിയമാണ്. രാസസംയോഗ ശക്തി 0. അടുത്തത് 25, 24 എന്ന് പറയുന്ന ചോദ്യപേപ്പറാണ്. 25, 24 അതേത് ചോദ്യപേപ്പറാണെന്ന് നമുക്ക് നോക്കാം. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം ആണ്. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാവുന്ന ഹരിതഗൃഹ വാതകം ഏത്? ഡൈഓക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വലത് ഏട്രിയത്തിന്റെ വലത് മുകള് കോണിലാണ് മനുഷ്യഹൃദയത്തിലെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. 2021 ഡേവിഡ് ജൂലിയസും ആർഡം പറ്റ പൗറ്റിയനും ചേർന്ന് നൊബൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? വൈദ്യശാസ്ത്രം. അടുത്തത് ചേരും വഴി ചേർത്ത് ഉചിതമായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക. സോറി. മലേറിയ, ടൈഫോയിഡ്, അസ്കാരിയാസിസ്, ജലദോഷം. മലേറിയ പ്രോട്ടോസോവ, ടൈഫോയിഡ് ബാക്ടീരിയ, ജലദോഷം വൈറസ്. ജലദോഷം അറിയാമെങ്കിൽ കിട്ടുമെന്ന് തോന്നുന്നു അല്ലെ, ഓപ്ഷൻ വെച്ചിട്ട്. അസ്കാരിയാസിസ് വിരകൾ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം, അത് ഉറപ്പുള്ള ചോദ്യമാണ്. ഇനി കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിഠായി പദ്ധതി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറിന്.
കൊറോണ വൈറസിന്റെ വകഭേദമായ B1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നുണ്ട്? ഒമിക്രോൺ. പലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടോ? അടുത്ത രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിൽ സമാന്തരവുമായ ബലം കർഷണ ബലം. സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം ഏത്? സമവർത്തുള ചലനം. സ്ഥിരമായിട്ടുള്ള വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം സമവർത്തുള ചലനം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആൻഡൺ സിലിംഗർ എന്നിവർക്ക് 22? ഇപ്പൊ ഈ 24 ചോദിച്ചാണ് 22, 21 ഒക്കെ വന്നിരിക്കുന്നത് കേട്ടോ. ക്വാണ്ടം മെക്കാനിക്സ്. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായി കത്തുമ്പോൾ. ഇതേപോലത്തെ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട്. ആൻസർ ഈസ് ഓപ്ഷൻ എ 110 ഗ്രാം ആണ്. അടുത്തത് ലൂയിസ് ആസിഡ് ഏത്? സ്ഥിരം ചോദിക്കുന്നതാണ് ലൂയിസ് ആസിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. BCl3 ആണ് ലൂയിസ് ആസിഡ്. ലൂയിസ് ആസിഡും ലൂയിസ് ബേസും ഉണ്ട്. അത് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോസ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നേരത്തെ ഫോക്കസ് ഏരിയ നിങ്ങൾ നോക്കിച്ചാൽ മതി കേട്ടോ. അത് ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർക്കാണെങ്കിൽ അതൊക്കെ ഈസി കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണ്. എക്സ് ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ XYയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? XY2 ആണ്. അതായത് ഇങ്ങനെ സംയോജകത നമ്മൾ മാറ്റി മാറ്റി കൊടുക്കണം. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു 2ാം ഗ്രൂപ്പ് മൂലകം. അപ്പൊ അതിന്റെ സംയോജകത 2 ആണ്. 17ാം ഗ്രൂപ്പ് മൂലകം എന്ന് പറയുമ്പോൾ അതിന്റെ സംയോജകത 1 ആണ്. ഇത് ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് XY2ലേക്ക് നമുക്ക് വരുന്നത്. അതായത് എക്സിന്റെ സംയോജകത 2 ആണ്, വൈയുടെ സംയോജകത 1 ആണ്. ഇത് തമ്മിൽ യോജിപ്പിച്ചൊരു സംയുക്തം ഉണ്ടാകുന്ന ടൈമിൽ ഈ 2 എന്നുള്ളത് വൈയിലേക്കും പോകും, 1 എന്നുള്ളത് എക്സിലേക്കും. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാം. സ്റ്റീൽ ഒരു ലോഹമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. സ്റ്റീൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ലോഹം അല്ല. ഉരുക്കെന്ന് പറയുന്നത് ഒരു ലോഹ സങ്കരമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് ഒരു ലോഹ സങ്കരമാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ തെറ്റ്, രണ്ടാമത്തെ ശരിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചോദ്യ പേപ്പറിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടെ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ CGB ജ്യൂസ് അക്കാദമിയാണ്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യും. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കും. ഓക്കെ, അപ്പൊ ശരി, അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു.